ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള റീസൺ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡെവലപ്മെൻറ്റ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്ലൈസ് സ്ട്രക്ചറൽ മെത്തേഡ് ആൻഡ് പ്രിൻസിപ്പിൾ മേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോർ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മളിപ്പോൾ SDLCയിലെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോരോ ഫേസസിലായിട്ടാണ് നമ്മൾ, അതായത് ഒരു റിക്വയർമെൻ്റ് എടുത്ത് ഡിസൈൻ ചെയ്ത് കോഡ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ പ്രൊസീജിയറിൽ ചെയ്യണോണ്ട് തന്നെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫേസസ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് അവോയ്ഡ് റാൻഡം കോഡിംഗ് ആൻഡ് റെഡ്യൂസ് കൺഫ്യൂഷൻ. അതായത് കൺഫ്യൂഷൻസ് കുറയ്ക്കാനും പെട്ടെന്ന് റാൻഡം ആയിട്ടുള്ള കോഡിങ്ങും ഒക്കെ ഇത് അവോയ്ഡ് ചെയ്യും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ക്വാളിറ്റി. എൻഷുർ ദ സോഫ്റ്റ്വെയർ മീറ്റ്സ് റിക്വയർമെൻറ്റ് സ്റ്റാൻഡേർഡ്, ഫങ്ഷൻസ് കറക്റ്റ് ആൻഡ് സാറ്റിസ്ഫൈയിങ് യൂസർ നീഡ്. അതായത് ക്ലയൻറ്റിൻ്റെ എന്തെല്ലാം നീഡ്സുകളാണ് അവർ പറയുന്നത് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനും അതിൻ്റെ ഫങ്ഷൻസൊക്കെ കറക്റ്റ്ലി പ്രോപ്പർ അല്ലേന്ന് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ആ സോഫ്റ്റ്വെയറിന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. ലീഡ്സ് ടു റിലയബിൾ, എറർ ഫ്രീ ആൻഡ് ഹൈ പെർഫോമൻസ് സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് എറർ ഫ്രീ ആയിട്ടും റിലയബിൾ ആയിട്ടുള്ളൊരു നല്ല സോഫ്റ്റ്വെയർ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ സാധിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്. പ്രോപ്പർ പ്ലാനിങ്, ഡിസൈൻ ആൻഡ് ടെസ്റ്റ് റിഡ്യൂസ് വർക്ക് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. അതായത് നമുക്ക് ഈ മെയിൻ്റനൻസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയതുകൊണ്ട്. സേവ് ടൈം, മണി ആൻഡ് റിസോഴ്സ് ഇൻ ലോങ് റൺ. ലോങ് റണ്ണിൽ നമുക്ക് നമ്മുടെ ടൈമും മണിയൊക്കെ റിസോഴ്സസൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത്തേന്ന് പറഞ്ഞാൽ ഹാൻഡിൽ കോംപ്ലക്സിറ്റി. മോഡേൺ സോഫ്റ്റ്വെയർ ഈസ് ലാർജ് ആൻഡ് കോംപ്ലക്സ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബ്രേക്ക് ഇറ്റ് ഇൻ ടു എ മാനേജബിൾ മൊഡ്യൂൾ, മേക്ക് ഡെവലപ്മെൻറ്റ് ഈസിയർ. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ ഓരോരോ കാര്യങ്ങളും നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് തിരിച്ച് അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഈസി ആക്കും. അതുകൊണ്ട് തന്നെ ലാർജ് ആയിട്ടുള്ള കോംപ്ലക്സ് മൊഡ്യൂൾസൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് കോംപ്ലക്സിറ്റി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അഞ്ചാമത് തന്നെയാണ് എൻഷുർ ടൈംലി ഡെലിവറി. ബൈ ഫോളോയിങ് ലൈഫ് സൈക്കിൾ മൊഡ്യൂൾ ലൈക്ക് വാട്ടർഫോൾ, അജൈൽ, സ്പൈറൽ, പ്രൊജക്ട്സ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഓൺ ടൈം വിത്ത് പ്രോപ്പർ സ്കെഡ്യൂൾ. അതായത് പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഓരോ ലൈഫ് സൈക്കിൾ മോഡ്യൂൾസ് ആയിട്ടുള്ള വാട്ടർഫോൾ മോഡലും അജൈൽ മോഡലും അതൊക്കെ നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്സാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ ചെയ്ത് ഓൺ ടൈമിൽ ഡെലിവർ ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് സപ്പോർട്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് മെത്തേഡ് ഫോർ ഈസി മെയിൻ്റനൻസ്, അപ്ഡേറ്റ് ആൻഡ് ബഗ് ഫിക്സിംഗ് ആഫ്റ്റർ ഡിപ്ലോയ്മെൻറ്റ്. അതായത് നമ്മൾ ക്ലയൻറ്റിന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു സോഫ്റ്റ്വെയറിനെ മെയിൻ്റനൻസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ബഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഏഴാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ സാറ്റിസ്ഫാക്ഷൻ. ഫോക്കസ് ഓൺ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആൻഡ് യൂസർ നീഡ്സ്, ഡെലിവേഴ്സ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് യൂസറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് മെയിൻലി നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഓരോ ഫേസസിലും നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഒരു മോട്ടീവ്. എയ്ത്ത് പോയിന്റ് തന്നെ സ്കെയിലബിലിറ്റി ആൻഡ് റീയൂസബിലിറ്റി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊമോട്ട് റീയൂസബിലിറ്റി ഓഫ് കോഡ്സ് ആൻഡ് സ്കെയിലബിലിറ്റി ഡിസൈൻ. അതായത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത കോഡ്സൊക്കെ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. മേക്ക് ഇറ്റ് ഈസിയർ ടു അപ്ഗ്രേഡ് സോഫ്റ്റ്വെയർ ആസ് റിക്വയർമെൻറ്റ്സ് ഗ്രോ. അതായത് ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ അപ്ഡേഷൻസ് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് അത് കുറച്ചുകൂടി ഈസിയർ ആക്കി നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നയൻത്ത് പോയിൻ്റാണ് ടീം കൊളാബറേഷൻ. പ്രൊവൈഡ് ഫ്രെയിംവർക്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റാൻഡേർഡ് ദാറ്റ് അലൗസ് ലാർജ് ടീം ടു വർക്ക് ടുഗെദർ സ്മൂത്ത്ലി. അതായത് നമുക്കിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ കോംപ്ലക്സിറ്റി കുറയ്ക്കുമെന്ന്, അതുപോലെ തന്നെ നമുക്കൊരു ലാർജ് ആയിട്ടുള്ള ടീമിനെ
സ്മൂത്ത്ലി നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ലോങ് ടേം റിലയബിലിറ്റി എൻഷുർ സോഫ്റ്റ്വെയർ വർക്ക്സ് കറക്റ്റ്ലി ഓവർ ടൈം ഈവൻ വെൻ യൂസ്ഡ് ബൈ തൗസൻഡ്സ് ഓർ മില്യൺസ് ഓഫ് യൂസേഴ്സ്. അതായത് എത്ര യൂസർ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓവർ ടൈം എത്ര നാളെടുത്താലും ആ യൂസറിൻ്റെ സാറ്റിസ്ഫാക്ഷനെ അത് ബാധിക്കാണ്ട് അത് നല്ല രീതിയിൽ റിലയബിളായി ലോങ് റണ്ണിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 11th പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് റിസ്ക് ത്രൂ റിസ്ക് അനാലിസിസ് ടെസ്റ്റിംഗ് ആൻഡ് കെയർഫുൾ പ്ലാനിങ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഐഡൻറ്റിഫൈസ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഏർലി ആൻഡ് പ്രിവെൻറ്റ് കോസ്റ്റ് ഫെയിലിയർ. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബഗ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഓരോരോ ഫേസസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റൂൾസ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യും.